ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിൽ നിർണായക കണ്ടെത്തൽ. സ്ഥലത്തെ പരിശോധനയിൽ അസ്ഥികൂടം കണ്ടെത്തി. സാക്ഷി പറഞ്ഞ ആറാമത്തെ പോയിന്റിൽ നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ദുരൂഹതകൾക്കും നിഗൂഢതകൾക്കും ഒടുവിൽ ചുരുളഴിയുന്ന സത്യങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ പോയിന്റ് നമ്പർ 6 നിന്ന് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോഴും സ്ഥലത്ത് പരിശോധന തുടരുകയാണോ? ഈ അസ്ഥികൂടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ? ആറാമത്തെ പോയിന്റിൽ നിന്നാണ് ഇത്തരത്തിൽ പുരുഷന്റെ അസ്ഥികൂടം കണ്ടെത്തിയിട്ടുള്ളത്. തല ഒഴികെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഭാഗത്ത് ഫോറൻസിക് വിദഗ്ധർ കെട്ടിമറച്ചുകൊണ്ട് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രവുമല്ല, ഈ ഭാഗത്ത് കുറെ കൂടി മണ്ണ് നീക്കിയുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. എന്തായാലും ദുരൂഹതകൾ ചുരുളഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനകളിലും വലിയ രീതിയിലുള്ള തെളിവുകൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ഇതുവരെയും തയ്യാറായിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും സത്യസന്ധമായ വിവരങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, നിരവധി മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിൽ ഏറ്റവും പ്രകടമായത് ഇന്ന് ആറാമത്തെ പോയിന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മനുഷ്യന്റെ അസ്ഥികൂടമാണ്. അതൊരു പുരുഷന്റെ അസ്ഥികൂടമാണ് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തലയോട്ടി ഒഴികെയുള്ള അസ്ഥിഭാഗങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഭാഗത്ത് വിശദമായ പരിശോധന നടത്തി വരികയാണ്. ഫോറൻസിക് വിദഗ്ധരാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നത്. കൂടുതൽ മണ്ണ് നീക്കി കൂടുതൽ അസ്ഥിയുടെ ഭാഗങ്ങൾ കണ്ടെടുക്കുന്നത്. അതായത് വാരിയെല്ലിന്റെ ഭാഗവും ഇടുപ്പെല്ലിന്റെ ഭാഗങ്ങളും കൈകാലുകളുടെയും തുടകളുടെയും എല്ലുകളുമാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട അസ്ഥിഭാഗങ്ങൾ. ഇതിൽ ഒരു മനുഷ്യന്റെ തലയോട്ടി ഒഴികെയുള്ള ബാക്കി അസ്ഥിഭാഗങ്ങളെല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശുചീകരണ തൊഴിലാളി കാണിച്ചു നൽകിയ ആറാമത്തെ പോയിന്റിൽ നിന്ന് കൃത്യമായി മൃതദേഹം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇത് പുഴയോട് ചേർന്നൊരു ഭാഗം തന്നെയാണ്. ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണൊലിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ 2 അടി ആഴ്ചയിൽ കുഴിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്താനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ വസ്തുക്കളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞതെങ്കിൽ പോലും ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സ്ത്രീയുടെ ബ്ലൗസും ബാഗും രേഖകൾ അടങ്ങിയ തെളിവുകളുമാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് സൂക്ഷ്മ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതായത് 2009 ഗംഗോത്രി ലോഡ്ജിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു സ്ത്രീയുടേതാണ് എന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസി എന്തായാലും സൂക്ഷ്മത വരുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഈ രേഖകളടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വസ്തുക്കൾ അവിടെ എത്തിയതെന്നുള്ള കാര്യമാണ് പ്രധാനമായും അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. എന്തായാലും ഈ പുഴയോരത്ത് ആറാമത്തെ ഭാഗം കേന്ദ്രീകരിച്ച് ഇപ്പോഴും കൂടുതൽ മണ്ണ് നീക്കിയുള്ള പരിശോധനകൾ പുരോഗമിക്കുന്നു. അതിനുശേഷമായിരിക്കും ഈ പുഴയോരത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന 7ാമത്തെ പോയിന്റിലേക്ക് നീങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിനുശേഷം 8ഉം 9ഉം 10ഉം 11ഉം 12ഉം 13ഉം പോയിന്റുകളാണ്. ഈ പോയിന്റുകൾ എന്ന് പറയുന്നത് ദേശീയ പാതയോട് ചേർന്ന് വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പോയിന്റുകളാണ്. ഈ ഭാഗത്ത് പരിശോധന നടത്തിയാൽ എത്രയും വേഗം മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ ശുചീകരണ തൊഴിലാളി തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരു ആത്മവിശ്വാസം അന്വേഷണ സംഘത്തിനും ശുചീകരണ തൊഴിലാളിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഇതുമായി ബന്ധപ്പെട്ട വിവരശേഖരണവും ഇപ്പോൾ അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരാതികൾ സ്വീകരിക്കുന്നതിനായി മംഗളൂരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഒരു ഹെൽപ്പ് ലൈൻ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. രഹസ്യമായി പരാതികൾ അറിയിക്കുന്നതിനും മൊഴികൾ രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുള്ളത്. ഇത് അന്വേഷണത്തിൽ ഏറെ നിർണായകമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നിരവധി മൃതദേഹങ്ങൾ, 100-ലധികം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ഇതിൽ ഒരു കേസ് മാത്രമാണ്, അതായത് അനന്യ ഭട്ടിന്റെ തിരോധാന കേസ് മാത്രമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ പിന്നെ മറ്റ് മൃതദേഹങ്ങൾ ആരുടെ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ആദ്യഘട്ടങ്ങളിൽ നിരവധി പേർ ധർമ്മസ്ഥല പോലീസിനെയും മൂടുപത്രി പോലീസിനെയും ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പരാതി സ്വീകരിക്കാൻ പോലീസ് ആ ഘട്ടത്തിൽ ഒന്നും തയ്യാറായില്ല. പ്രത്യേക അന്വേഷണ സംഘം വന്നതിന് ശേഷമാണ് പരാതിയുമായി വരാൻ ആളുകൾ തയ്യാറാവുന്ന ഒരു സാഹചര്യം. കാരണം ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് പോയാൽ അതിൽ ഫലമുണ്ടാകില്ല എന്നുള്ളൊരു സത്യമായ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പോലീസ് തന്നെ ക്രിമിനൽസിന് സഹായം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ
ഉള്ളൊരു സാഹചര്യത്തിൽ ഈ 100 മൃതദേഹങ്ങൾ പുറത്തെടുത്താൽ ഇത് ആരുടേതാണ് എന്നുള്ള വലിയ ചോദ്യം അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ടാവും. അങ്ങനെ ഈ കൂടുതൽ പരാതികൾ ലഭിച്ച് DNA സാമ്പിളുകൾ കൂടുതലായി ശേഖരിച്ചെങ്കിൽ മാത്രമേ ആരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്, ആരുടെ മൃതദേഹമാണ് ഇവിടെ അടക്കം ചെയ്തതെന്നുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. ശുചീകരണ തൊഴിലാളിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇതാണ്. അതായത് ആരാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തത്, ആരാണ് ഈ മൃതദേഹങ്ങൾ ഏൽപ്പിച്ചത്, എവിടെയാണ് ഈ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്ന നിർണായക വിവരങ്ങൾ നൽകാൻ മാത്രമേ ശുചീകരണ തൊഴിലാളിക്ക് കഴിയുള്ളൂ. അതിനപ്പുറത്ത് ഈ ഇരയാക്കപ്പെട്ടവർ ആര് എന്നുള്ളത് വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം തേടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ മുഴുവൻ തിരോധാന കേസുകളും അതുപോലെ തന്നെ മൂടുബദ്രി ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ കൊലപാതകങ്ങളും അസ്വാഭാവിക മരണങ്ങളും ആത്മഹത്യകളും അന്വേഷിക്കണമെന്ന ആവശ്യം കൂടി അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അത്തരത്തിൽ കേരളത്തിൽ നിന്ന് പോലും അന്വേഷണം ശക്തമാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് വരുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ കർണാടക ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് നിരവധി മലയാളികൾ എത്തിച്ചേരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇത്തരത്തിൽ 2.5 മണിക്കൂറിൽ കാസർഗോഡ് നിന്ന് 2.5 മണിക്കൂറിൽ എത്തിച്ചേരാവുന്ന കർണാടകയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. അതുകൊണ്ട് മാത്രമല്ല ഇവിടെ നിരവധി മലയാളികൾ സ്ഥിര താമസമാക്കിയിട്ടുണ്ട്. അതായത് 1960കളുടെ അവസാന കാലഘട്ടത്തിൽ നിരവധി മലയാളികൾ ഇവിടെയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏകദേശം 150-ലേറെ മലയാളി കുടുംബങ്ങൾ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥിര താമസമാക്കിയവരാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അങ്ങനെ ഈ കാണാതായ സംഭവങ്ങളും കാസർഗോഡ് ജില്ലയിൽ നിന്നടക്കം മർദ്ദനമേറ്റ സംഭവങ്ങളെല്ലാം കാസർഗോഡ് ജില്ലയിൽ നിന്നുമുണ്ട്. അങ്ങനെ കേരളത്തിലും സമാന രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണ സംഘം രൂപീകരിക്കുകയും പരാതികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. കാരണം ഇത്തരത്തിൽ പരാതികളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുകയുള്ളൂ. DNA അടക്കമുള്ള സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ശേഖരിക്കുന്ന തെളിവുകൾ അത് നിയമപരമായി നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിൽ സാങ്കേതിക നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട്. മാത്രമല്ല കൃത്യമായ ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം ഇത് കോടതിയിൽ നിലനിൽക്കില്ല. തെളിവുകളും സാക്ഷിമൊഴികളുമാണ് ഒരു കോടതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ പരാതികൾ ലഭിക്കേണ്ടതുണ്ട്. ലഭിച്ചാൽ മാത്രമേ ഈ പുറത്തെടുക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനും ഇവരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഈ കൊലയാളികൾ ആരെന്ന വിവരങ്ങളും തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അത്തരത്തിലുള്ളൊരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ചില സംഘടനകൾ കൂടി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. SIT അന്വേഷണം പിരിച്ചുവിടണമെന്നാണ് ചില തീവ്ര സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്ന് വളരെ ദുരൂഹമാണ്. അത്തരത്തിൽ ഈ സത്യസന്ധമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇത് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ചില കോണുകളിൽ നിന്ന് ഉയരുന്നതെന്ന ആക്ഷേപമാണ് സമരസമിതി പ്രവർത്തകർ പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ നടപടികളുമായി പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോവുകയാണ്. പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല പരാതികൾ കൂടുതലായി ലഭിക്കേണ്ടത് ഈ കേസിന്റെ അനിവാര്യതയാണ്. കൂടുതൽ DNA-കൾ കിട്ടണം, കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കണം, സാക്ഷിമൊഴികൾ ലഭിക്കണം. എങ്കിൽ മാത്രമേ ഈ കേസിനൊരു പിൻബലം ഉണ്ടാകുകയുള്ളൂ, ഒരു നിയമസാധ്യത ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലൊരു നടപടികളുമായിട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. എന്തായാലും 6ാം ഭാഗത്തെ പരിശോധന ഇനിയും പൂർത്തിയായിട്ടില്ല. രാവിലെ 10:30 തന്നെ ശുചീകരണ തൊഴിലാളി ഈ പ്രദേശത്ത് എത്തിച്ചതാണ്. ഈ പ്രദേശത്ത് എത്തിച്ച സമയത്ത് ആ സമയം മുതൽ ഈ സമയം വരെ 6ാമത്തെ ഭാഗം കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ ഭാഗത്തേക്ക് ചിത്രീകരണത്തിന്, അതായത് വീഡിയോ ചിത്രങ്ങൾ മറ്റു ചിത്രങ്ങളൊന്നും രേഖപ്പെടുത്തുന്നതിന് മാധ്യമപ്രവർത്തകർക്ക് അനുമതിയില്ല. ഇത് പുഴയുടെ മറുകരയിൽ നിന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ വിവരങ്ങളടക്കം ശേഖരിക്കുന്നത്. ഔദ്യോഗികമായി ഒരു വിവരങ്ങളും അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നില്ല. വളരെ നിർണായകമായ വിവരങ്ങൾ ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ശക്തമായ നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ 100% വിശ്വാസത്തിലെടുത്താണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇന്നലെ DGP പ്രണവ് മഹന്തി ഈ പ്രദേശത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു, അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പ്രതികരിച്ചെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ല. കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് പ്രണവ് മഹന്തി
DGP പ്രണബ് മൊഹന്തി വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ പ്രാഥമിക അന്വേഷണത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താനാകില്ല എന്ന് കൃത്യമായി തന്നെ DGP പറയുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്ഥലങ്ങൾ കുഴിക്കുമ്പോൾ, അതായത് 7, 8, 9, 10, 11 പോയിന്റുകൾ കുഴിക്കുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ അന്വേഷണ സംഘത്തിനും ശുചീകരണ തൊഴിലാളിക്കുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 14 മുതലുള്ള പോയിന്റുകൾ, 14, 15 പോയിന്റുകൾ എന്ന് പറയുന്നത് ഒരു ഉന്നത വ്യക്തിയുടെ സ്വകാര്യ പറമ്പാണ്. ആ പറമ്പിൽ കയറി കുഴിച്ച് പരിശോധിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണം. ആ കോടതിയുടെ അനുമതിക്ക് വേണ്ടി അന്വേഷണ സംഘം കാത്തു നിൽക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി മൃതദേഹങ്ങൾ ഈ പുഴയുടെ ഭാഗങ്ങളിലും വനപ്രദേശത്തും സ്വകാര്യ വ്യക്തികളുടെ എസ്റ്റേറ്റിലും പറമ്പിലും കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള നിർണായക വെളിപ്പെടുത്തൽ, ആ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ അക്ഷരം പ്രതി ശരിയാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 6ാമത്തെ പോയിന്റിൽ നിന്ന് പുരുഷന്റെ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. തലയോട്ടി ഒഴികെയുള്ള അസ്ഥി ഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് ശരിയാണെങ്കിൽ അത് ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കുറ്റകൃത്യമായിരിക്കും. അത്തരത്തിൽ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ ആദ്യഘട്ടത്തിൽ കോടതി വിശ്വാസത്തിലെടുത്തു, പിന്നീട് SIT സംഘം വിശ്വാസത്തിലെടുത്തു. ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ വിശ്വാസ്യതയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇയാൾ തന്നെ ഭീമ എന്ന് വിളിക്കപ്പെടുന്ന ടെസ്റ്റിന് തയ്യാറാണ് എന്നുള്ള കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതാണ്. അങ്ങനെ പല സർവ്വതല സ്പർശിയായിട്ടുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ സത്യങ്ങൾ ഓരോന്നായി പുറത്തു വരും. മൃതദേഹങ്ങൾ ഇനിയും വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇത് ആരുടെ മൃതദേഹങ്ങളാണ്, ഇവർ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്, ഇതിന് ആരാണ് ഉത്തരവാദി എന്നുള്ള കാര്യങ്ങളിലെല്ലാം കർണാടക സർക്കാർ കൂടി ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇരയാക്കപ്പെട്ടവരിലുണ്ട്. അതിൽ പലരും കേസന്വേഷണവുമായി അല്ലെങ്കിൽ പരാതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന്റെ പുറകെയുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ നമ്മൾ ഇവിടെ എത്തി കാര്യങ്ങൾ നേരിട്ടെത്തി മനസ്സിലാക്കിയ സമയത്ത് തിരിച്ചറിഞ്ഞൊരു വസ്തുത എന്ന് പറയുന്നത്, പരാതിയുമായി പോയാൽ നീതി ലഭിക്കുമെന്ന് 1% പോലും വിശ്വാസമില്ല. അത്തരത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പരസ്യ പരാതിയുമായി രംഗത്തെത്താതിരുന്നത്. മാത്രവുമല്ല, ഒരു പരാതികളും ഈ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൾ വേറെ ആരുടെങ്കിലും കൂടെ പോയതായിരിക്കും, ഇതൊന്നും അന്വേഷിക്കുന്നത് ഞങ്ങളുടെ ചുമതലയല്ല എന്നുള്ള നിസ്സംഗ മനോഭാവമാണ് പോലീസ് സ്വീകരിച്ചിരുന്നത്. ഈ പോലീസിന്റെ നിസ്സംഗ മനോഭാവം ഇത് ക്രിമിനൽസിന് വളം വെക്കുന്ന, കുറ്റവാളികൾക്ക് വളം വെക്കുന്ന രീതിയാണ് കഴിഞ്ഞ 30 വർഷങ്ങളിൽ ധർമ്മസ്ഥലയിലുണ്ടായത്. ഇത്തരത്തിൽ ക്രൂര കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന രീതിയിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മാറിയപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അതിൽ നിന്ന് വിഭിന്നമായി കൃത്യമായി വിവരശേഖരണം നടത്തുന്നു, കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നു, കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോകുന്നു, നിയമ നടപടികളും ഒക്കെയായി തന്നെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ അന്വേഷണം ഫലവത്താകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഫലവത്താകണമെന്ന് തന്നെയാണ് കേരള വിഷൻ ടീമും ആഗ്രഹിക്കുന്നത്. കാരണം നിരവധി കുട്ടികൾ അതിക്രൂരമായ ബലാത്സംഗത്തിനിരയാക്കി കൊല്ലപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥിനികളടക്കം യൂണിഫോമിൽ ഇത്തരത്തിൽ തൊഴിലാളിയുടെ വാക്ക് അത്രത്തോളം വിശ്വസനീയമാണ്. അത് കൃത്യമായി ഈ സാക്ഷി കോടതിയിലും അന്വേഷണ സംഘത്തിന്റെ മുമ്പിലും വ്യക്തമാക്കിയതാണ്. അവരുടെ ശരീരത്തുണ്ടായിരുന്നു, സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മുറിവുണ്ടായിരുന്നു. അത്തരത്തിൽ പൈശാചികമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെട്ട അല്ലെങ്കിൽ അത് ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അവർ എത്ര ഉന്നതരായാലും അവരെത്ര സമർത്ഥരായാലും നിയമത്തിന്റെ മുമ്പിൽ അവരെ കൊണ്ടുവന്ന് നിർത്തേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആ ഒരു പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ് കേരള വിഷൻ ഒപ്പം നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ അസ്ഥികൂടം കണ്ടെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ആശ്വാസമുണ്ട്. കാരണം ഇതൊരു കെട്ടുകഥയല്ല എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ വാർത്തകൾ നൽകുമ്പോൾ കഥയാണ്, കഥകൾക്ക് പുറകെ പോകരുത് എന്ന് ചില ആളുകൾ ഉപദേശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകരടക്കം വ്യക്തിപരമായ തരത്തിൽ കെട്ടുകഥകളുടെ പുറകെ
അത്തരത്തിൽ വാർത്തകളുടെ പുറകെ വിവരശേഖരണവുമായി കൃത്യമായ വിവരങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഇത്രയും തീവ്രതയുള്ള ഒരു വിഷയത്തിൽ കേരള വിഷൻ ടീം മുന്നോട്ട് പോയിട്ടുള്ളത്. അത്തരത്തിൽ ശേഖരിച്ച വിവരങ്ങൾ ഇന്ന് നിർണായകമായിരിക്കുന്നു. ആ വിവരശേഖരണം, അതുമായി ബന്ധപ്പെട്ട് ചെയ്ത സ്റ്റോറികൾ, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം ഇപ്പോൾ ഫലവത്തായിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വന്നിരിക്കുന്നു. അതിൽ നിന്ന് പരിശോധന നടത്തി തെളിവെടുപ്പ് നടത്തുമ്പോൾ മൃതദേഹങ്ങൾ ഓരോന്നായി പൊങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 100-ലധികം മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ ശുചീകരണ തൊഴിലാളിയുടെ വാക്ക് ഇപ്പോൾ വിശ്വസനീയമാകുന്ന രീതിയിലേക്ക് തെളിവുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ തെളിവുകൾ പരമാവധി ശേഖരിച്ചുകൊണ്ട് ഈ അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇനി ആരൊക്കെയാണ് ഇരകളാക്കപ്പെട്ടവർ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കൂടുതൽ പരാതികൾ ലഭിക്കേണ്ടതുണ്ട്, കൂടുതൽ DNA സാമ്പിളുകൾ ലഭിക്കേണ്ടതുണ്ട്, കൂടുതൽ സാക്ഷിമൊഴികൾ ലഭിക്കേണ്ടതുണ്ട്. സർവ്വതല സ്പർശിയായ ഒരു അന്വേഷണത്തിനൊടുവിൽ മാത്രമേ ഈ രഹസ്യങ്ങൾ, ഈ മണ്ണിൽ കുഴിച്ചു മൂടപ്പെട്ട രഹസ്യങ്ങൾ അത് പുറത്തു വരികയുള്ളൂ. കൃത്യമായ നിയമ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണമെങ്കിൽ, കൃത്യമായ നിയമ സംവിധാനങ്ങൾ നിർവഹണം നടപ്പിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇരകൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിനിടയിൽ തന്നെ ചില ആശങ്കകൾ ഉയർത്തുന്ന പ്രസ്താവനകളും ചില രാഷ്ട്രീയ പാർട്ടി ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ SIT അന്വേഷണം അനാവശ്യമാണ്, അത് നിർത്തിവെക്കണമെന്നാണ് പറഞ്ഞത്. കുഴിമാടങ്ങൾ ഓരോന്ന് തോണ്ടുമ്പോൾ, ഇത്തരത്തിൽ തെളിവുകൾ ലഭിക്കുമ്പോൾ ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീരാമസേനയാണ് ഇപ്പോൾ ഈ അടിയന്തരമായി അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുള്ളത്. ഇത് ചിലരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് എന്ന് സമരസമിതി പ്രവർത്തകരും ുന്നുണ്ട്. എന്തായാലും സർവ്വതല കുറ്റവാളികൾ ആരായാലും തന്നെ പ്രതീക്ഷിക്കുന്നത്. കാർത്തു, ശരി. ആദ്യ നാൾ 2 ദിവസത്തെ വിപുലമായ തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ നിർണായക കണ്ടെത്തൽ ഉണ്ടായിരിക്കുകയാണ്. സ്ഥലത്തെ പരിശോധനയിൽ മനുഷ്യന്റെ അസ്ഥി കണ്ടെത്തിയിരിക്കുകയാണ്. സാക്ഷി പറഞ്ഞ 6ാമത്തെ പോയിന്റിൽ നിന്നാണ് ഇപ്പോൾ അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി ശുചിത്വ തൊഴിലാളിയായ സാക്ഷി പറഞ്ഞ വിവരങ്ങൾ ഒടുവിൽ ശരിയായി വരികയാണ്. കേരള വിഷൻ ന്യൂസ് ആദ്യം മുതൽ തന്നെ പങ്കുവച്ച ഓരോ വാർത്തകളുടെയും ചുരുളഴിക്കുന്ന, ഓരോ ദിനം പ്രതി നടക്കുന്ന ഓരോ കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. പരിശോധന കൂടുതൽ പൂർത്തിയാകുന്നതോടെ ഈ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. കേരള വിഷൻ ന്യൂസ് ഇത് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതുമാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക ആരോപണത്തിലെ നിർണായക കണ്ടെത്തലുകളാണ് ഈ മണിക്കൂറുകളിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഈ മണിക്കൂറുകളിലായി പുറത്തു വന്നത്. ജോസഫ് അഗസ്റ്റിനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.